പ്രോട്ടീൻ പൗഡർ നല്ലതോ മോശമോ? പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണോ? അതോ ജിമ്മിൽ പോകുന്നവർ ഇത് ഓവർ റിയാക്ട് ചെയ്യുന്നതാണോ? ഈ കാര്യമാണോ? അല്ലെങ്കിൽ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി സേഫ് ആണോ? ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രോട്ടീൻ പൗഡർ. ജിമ്മിൽ പോകുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും പ്രോട്ടീൻ പൗഡർ എടുത്ത് കാണും, അല്ലെങ്കിൽ എടുക്കാനുള്ള ഒരു ടെൻഡൻസി വന്നായിരിക്കും. ഇപ്പോഴും എടുക്കുന്നവരും കാണും, അല്ല ഇനി എടുക്കാൻ പോകുന്നവരും കാണും. ഇത് നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും, ഇൻ്റർനെറ്റിൽ ഒരാൾ പറയും ഇത് സേഫാണ്, അല്ലെ വേറൊരാൾ വന്ന് പറയും ഇത് സേഫ് അല്ല, ഇത് ബോഡി നമ്മളെ ഡാമേജ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, എന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്, എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. നിങ്ങൾക്ക് ഇത് ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഒരു നല്ലതാണോ മോശമാണോ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പ്രോട്ടീൻ പൗഡറിൻ്റെ. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ്, ഇവിടെ ജോർജിയിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഇൻട്രഡക്ഷൻ ആദ്യത്തെ വീഡിയോയിലുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം എൻ്റെ അറിവിൽ ഞാൻ പറയാം. ഞാൻ പേഴ്സണലി എന്താണോ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റും ഉണ്ട്, ബെനിഫിറ്റ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ എല്ലാം നമ്മളത് അറിഞ്ഞിട്ട് വേണം ഒരാളിത് ചെയ്യാൻ. അപ്പോൾ ഇത് എങ്ങനെ എടുക്കണം, എങ്ങനെയാണെന്നെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് പ്രോട്ടീൻ പൗഡർ എന്താണ്. പ്രോട്ടീൻ പൗഡർ എന്ന് പറയണത് ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. നമ്മളെ ശരീരത്തിന് ഇനഫ് പ്രോട്ടീൻ ചിലപ്പോൾ പോവില്ല. എല്ലാ ദിവസവും നമുക്ക് ചിക്കൻ കഴിച്ചോ, ഒരാളെ ശരീരത്തിൽ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ അത്ര പ്രോട്ടീൻ എങ്കിലും പോകണം. ചിലവർക്ക് അതിൻ്റെ ഡബിൾ പോകണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ മിനിമം എങ്കിലും നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ പ്രോട്ടീൻ എങ്കിലും നമ്മളെ ശരീരത്തിൽ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് പോലെയാണ് ഈ പ്രോട്ടീൻ പൗഡർ ഇരിക്കുന്നത്. ഇപ്പം ചിക്കൻ, എഗ്ഗ്, മിൽക്ക് പ്രോട്ടീൻ തന്നെ ഉള്ള പ്രോട്ടീൻ ഉണ്ടല്ലോ, അത് തന്നെ പൗഡർ ഫോമിൽ കോൺസെൻട്രേറ്റ് ചെയ്തതാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഇതൊരു സ്റ്റിറോയിഡ് ആണോ, അതോ എന്തെങ്കിലും ഒരു കെമിക്കൽ. അതൊന്നും അല്ല, ഇത് സ്റ്റിറോയിഡ് ഒന്നും അല്ല. അത് അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഇതിൻ്റെ ബെനഫിറ്റ്സ്, ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ എന്തായാലും ആദ്യം പറയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് മസിൽ ഗ്രോത്തിന് നല്ലതാണ്. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ മസിൽ ഗ്രോത്ത് നല്ലതായിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മസിൽ റിപ്പയർ ചെയ്യാൻ പ്രോട്ടീൻ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് എന്തായാലും മസിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ വേണം. അതിനാണ് നമ്മൾ ഈ ചിക്കനും മുട്ടയും എല്ലാം കഴിക്കുന്നത്. ഇപ്പം ഞാനും ജിമ്മിൽ പോകും, അപ്പോൾ ഞാനും ഇതെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രോട്ടീൻ പൗഡർ ഞാൻ എടുക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് എന്തായാലും പ്രോട്ടീൻ പൗഡർ വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കാരണം ഞാൻ എടുക്കുന്നില്ല. അപ്പം ബാക്കിയുള്ളവർക്ക് എടുക്കാനുള്ള ഒരു ആഗ്രഹത്തിനുള്ള ബെനിഫിറ്റ്സാണ് ഞാനിത് പറയുന്നത്. അല്ലാത്ത ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോന്നും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതാണ് പ്രോട്ടീൻ പൗഡർ, അത് ഈസി ആക്കും. മനസ്സിലായോ? അപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി അത് പ്രോട്ടീൻ പൗഡർ ഈസി ആക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺവീനിയൻ്റ് ആണിത്. എന്ന് പറഞ്ഞാൽ ഡെയിലി ചിക്കനും എഗ്ഗും കഴിക്കാൻ പറ്റാത്തവർക്കൊരു ക്വിക്ക് ഓപ്ഷനും കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ വെയിറ്റ് ലോസ് സപ്പോർട്ട്. പ്രോട്ടീൻ കൂടുതൽ നേരം ഫീൽ നൽകും. നമുക്ക് പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറേ നേരം നമ്മളൊരു ഫുൾ ഫീൽ നമുക്ക് വേണ്ടി നൽകും. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചപ്പും ചവറൊക്കെ തിന്നുന്നത് അതൊന്ന് കുറഞ്ഞു കിട്ടും. അതിനും നല്ലതാണ്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് വെയിറ്റ് ലോസ് ആണ്, വെയിറ്റ് ലോസ് സപ്പോർട്ട്. നാലാമത്തെ പോയിന്റ് റിക്കവറിക്ക് നല്ല രീതിയിൽ ആവശ്യമുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞ് റിക്കവറി സ്പീഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ പ്രോട്ടീൻ പോയാൽ അത് സ്പീഡപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പ്രോട്ടീൻ. പിന്നെ ഈസി പ്രോട്ടീൻ ഇൻടേക്കാണ്. എസ്പെഷ്യലി ബിസി ആളുകൾക്ക് ഡെയിലി പ്രോട്ടീൻ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് വരും. അതിന് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ പ്രോട്ടീൻ പൗഡർ. ഇതിൽ ഒഴിച്ച് കുടിക്കുമ്പോഴേക്കും 30 ഗ്രാം 25 ഗ്രാം അപ്പം തന്നെ കെയറാണ്. അതിന് വേണ്ടിയും കൂടെ ബെനിഫിറ്റാണ് ഇത്. ഈ കാര്യങ്ങളിലൊക്കെയാണ് ഇത് ബെനിഫിറ്റ്. ഇനി ഇതിൻ്റെ റിസ്ക്കും ദോഷമായിട്ടുള്ള കാര്യങ്ങളും പറയാം. ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി അടുത്തതിലൂടെ പറയുന്നത്. ഇത് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഓവർ യൂസ് ചെയ്താൽ ഇത് നല്ല രീതിയിൽ പ്രോബ്ലം നൽകുന്ന ഒരു കാര്യമാണ്. എനിത്തിങ് എക്സസ് ആയാൽ പ്രോബ്ലമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ടു മച്ച് പ്രോട്ടീൻ ഡൈജഷൻ ഇഷ്യൂ, പിന്നെ ബ്ലോട്ടിങ്, ആക്നെ ചിലവർക്കുണ്ടാവും. അത് നമ്മളൊരു ശരീരത്തിന് ലിമിറ്റ് ഉണ്ട്.
അപ്പോൾ കൂടുതലൊന്നും എടുത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പണിയാണ്. ആവശ്യത്തിന് കൊടുക്കുന്നവർക്ക് അത് പ്രശ്നമില്ല. പിന്നെ നല്ലത് നോക്കി വാങ്ങുക. മസിൽ ബ്ലേസിൻ്റെ വേറൊരു സാധനമുണ്ട്, അത് നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം കൂടുതലും ഞങ്ങൾ ഈ മധുരം ഇല്ലാത്തതും നോ ഷുഗർ ഉള്ളത് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും കൂടുതലും ബെനിഫിറ്റ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഫേക്ക് പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. അത് നോക്കി വാങ്ങല്. ഫേക്ക് പ്രോഡക്ട്സ് ഒക്കെ കുറേ കാണും, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യല്. മാർക്കറ്റിൽ ഫേക്ക് സപ്ലിമെൻറ്റ്സ് വളരെ കൂടുതലാണ്. അത് നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ നമ്മളെ എല്ലാത്തിനും ഡാമേജ് ആണ്. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചീപ്പ് കോപ്പി പ്രോഡക്ട്സ് ഡേഞ്ചറസ് ആയിരിക്കും, നല്ല രീതിയിൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു വില നോക്കി നല്ലൊരു കമ്പനി നോക്കി നിങ്ങൾ എടുത്താൽ നല്ലതായിരിക്കും. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നോട്ട് മാജിക് ആണ്. പ്രോട്ടീൻ പൗഡർ കുടിച്ചാൽ മാത്രം ബോഡി ബിൽഡ് ആവില്ല. നമ്മൾ എന്തായാലും വർക്കൗട്ട്, സ്ലീപ്പ്, ഫുഡ് ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. പ്രോട്ടീൻ കഴിഞ്ഞോടെ ചിലർക്കുണ്ട് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അപ്പം തന്നെ മസിൽ വരും, അപ്പം തന്നെ ഇതാവും, ബോഡി ബിൽഡാവും, സെറ്റാവും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ചുമ്മയാണ്, അതിലൊരു കാര്യവുമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ഒരു 8 മണിക്കൂർ ഉറങ്ങണം, നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കണം, എന്നാൽ മാത്രമേ നമുക്കെല്ലാം കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലാക്ടോസ് ഇഷ്യൂസ്. സം പീപ്പിൾക്ക് വേ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവില്ല, ഗ്യാസ്. ലാക്ടോസ് ഇഷ്യൂ ഉള്ളവർക്ക് ഇത് എടുക്കല്ലേ. ഇതെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് വിഷയമാണ്, ബ്ലോട്ടിങ് കാര്യങ്ങൾ, പിന്നെ അവർക്ക് ഡൈജസ്റ്റ് ആവില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം നിങ്ങളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് എടുക്കല്ലേ. പിന്നെ എക്സ്പെൻസീവ് ആണ്. നാച്ചുറൽ ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുമ്പോൾ സപ്ലിമെൻ്റ് എല്ലാവർക്കും മാൻഡേറ്ററി അല്ല. നിങ്ങൾ എല്ലാവർക്കും ഇത് പ്രോട്ടീൻ അതിൽ നിന്ന് നമുക്ക് എടുക്കാം, പക്ഷെ അത്ര പൈസ ഇതാകുമ്പം ഇതും കൂടുതൽ ഇതാവും. മനസ്സിലായ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് ഞാൻ 4 വർഷമായി, 2022 ഞാൻ കയറിയത് ജിമ്മിൽ. ഇതുവരെ ഞാൻ പ്രോട്ടീൻ എടുത്തിട്ടില്ല. ആദ്യത്തെ ബോഡിയും കാട്ടി വർഷങ്ങൾ കുറേ എടുക്കും നാച്ചുറലി ബിൽഡായി വരാൻ. നിങ്ങൾക്ക് ഉടനെ മസിലൊക്കെ വേണമെന്ന് കുറേ പേര് ചിന്തിക്കും. ഓവറായിട്ട് ഒന്നും നല്ലതല്ല. പിന്നെ ഇതിപ്പോൾ പ്രോട്ടീൻ പൗഡറിനെ മാത്രം കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഒരു സപ്ലിമെൻ്റ് ആണ്, അതായത് ഫുഡ് സപ്ലിമെൻറ്റ് ചെയ്യാനാണ്, ഫുഡ് റീപ്ലേസ് ചെയ്യാനല്ല പറഞ്ഞത്. മനസ്സിലായി? സപ്ലിമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഫുഡ് മാറ്റിയിട്ട് ഇത് മാത്രം ആക്കല്ലോ ഒരിക്കലും, അത് ശരീരത്തിന് നല്ലതല്ല. ഡയറ്റ് ശരിയാക്കും, പിന്നെ സപ്ലിമെൻറ്റിനെ പറ്റി ചിന്തിക്കുക. ആദ്യം നിങ്ങൾ ഉടനെ തന്നെ സപ്ലിമെൻറ്റിനെ പറ്റി ചിന്തിക്കല്ലേ. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ആദ്യമേ എടുക്കരുത്. നിങ്ങൾ ഓരോ വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് എടുത്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾക്ക് അത്രയ്ക്കും മസിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഡെയിലി പോയി വർക്കൗട്ട് നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രം മതി, എല്ലാം ശരിയാവും. പിന്നെ ഇത് ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ബ്രാൻഡും കറക്റ്റ് എമൗണ്ട് വർക്കൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻ പൗഡർ ജനറലി സേഫ് ആകൂ. അല്ലാതെ നമ്മളത് എടുത്തിട്ട് ജിമ്മ് നിർത്തിക്കഴിഞ്ഞാൽ വളരെ അത് നമ്മുടെ ശരീരത്തിൽ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്. പിന്നെ ബ്ലൈൻഡ് ഇൻഫ്ലുവൻസറിനെയൊക്കെ കണ്ടിട്ട് നിങ്ങളിത് വിശ്വസിച്ചിട്ട് ഉടനെ തന്നെ അങ്ങ് എടുത്ത് വാങ്ങല്. ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ കുറേ വീഡിയോ കണ്ടിട്ട് മാത്രം എടുക്കുക. പിന്നെ നിങ്ങളപ്പം പ്രോട്ടീൻ പൗഡർ ചെയ്തിട്ടുണ്ടോ, എക്സ്പീരിയൻസ് എന്താണ് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ആർക്കെങ്കിലും ക്രിയാറ്റിനെ പറ്റി അറിയുന്നെങ്കിലും നിങ്ങൾ വീഡിയോയിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. ആ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ് കമൻറ്റ് അനുസരിച്ച്. എന്തായാലും ഞാൻ അത് മിക്കവാറും ചെയ്യും ഉടനെ തന്നെ. അപ്പം ആദ്യം ഇതൊന്ന് നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പിന്നെ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിയിട്ട് പിന്നെ എല്ലാം നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിനെല്ലാം നല്ലതായിരിക്കും. അല്ല ഓവറും നല്ല അഴുക്ക ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ഇത് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഈ വീഡിയോ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.